അഭിലാൽ തുടരുന്നുണ്ട്. അഭിലാൽ, ആശുപത്രിയിൽ ഇപ്പോൾ ഈ 3 മൃതദേഹങ്ങളുമുണ്ട്. അനു മുത്തൂറ്റ് ആശുപത്രിയിൽ തന്നെയാണ്. എപ്പോൾ ഇവരുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകും? അതുമായി സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ? 3 പേരുടെ മൃതശരീരങ്ങൾ കോന്നി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. നിഖിൽ ഈപ്പൻ 29 വയസ്സ്, അദ്ദേഹത്തിന്റെ പിതാവ് ഈപ്പൻ മത്തായി, ഒപ്പം തന്നെ അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നീ 3 പേരുടെ മൃതശരീരങ്ങളാണ് കോന്നി താലൂക്ക് ആശുപത്രിയിലുള്ളത്. അനുവിന്റെ മൃതശരീരം പത്തനംതിട്ട മുത്തൂറ്റ് മെഡിക്കൽ സെന്ററിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. 10 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാകും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുന്നതേയുള്ളൂ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ടയിൽ നിന്ന് ഏറെക്കുറെ 15 കിലോമീറ്റർ മാറിയാണ് കൂടുതൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ 4 മണി എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആംബുലൻസ് വേണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് ആംബുലൻസിന്റെ ഉടമയ്ക്ക് കോൾ എത്തുന്നത് രാവിലെ 4:05 തുടർന്ന് ആംബുലൻസ് 4:18 സ്ഥലത്ത് എത്തുന്നു. ഈ ഘട്ടത്തിൽ തകർന്ന വാഹനത്തിനുള്ളിൽ 4 പേരിരിക്കുന്നു. അതിൽ അനുവിന് മാത്രമാണ് നേരിയ ജീവൻ അവശേഷിച്ചത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആംബുലൻസിന്റെ ഡ്രൈവർ കൂടിയായ വിഷ്ണു നടത്തുന്ന വിവരം. മരിച്ചത് 4 പേരാണ്. 4 പേരും പത്തനംതിട്ട നഗരത്തോട് ഏറെ ചേർന്ന പ്രദേശം 6 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മല്ലശ്ശേരി സ്വദേശികളാണ്. നിഖിൽ ഈപ്പൻ എന്ന 29-കാരൻ മല്ലശ്ശേരി പുത്തൻ തുണ്ടിയിൽ വീട്ടിൽ നിഖിൽ ഈപ്പൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഈപ്പൻ മത്തായി, നിഖിലിന്റെ ഭാര്യ അനു 26 വയസ്സുള്ള അനു, അവരുടെ പുത്തൻ വിളക്കിഴക്കിയതിൽ എന്നുള്ളതാണ് അവരുടെ വിലാസം. അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിങ്ങനെ 4 പേരാണ് മരണമടഞ്ഞത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. നിഖിൽ UK-യിൽ ജോലി ചെയ്തു വരുന്ന ആളാണ്. അനു MSW പഠനം പൂർത്തിയാക്കി ഭർത്താവിനോടൊപ്പം വിദേശത്തേക്ക് പോകാനുള്ള ആലോചനയിലായിരുന്നു. വിവാഹശേഷം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മധുവിധു ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മലേഷ്യയിലേക്ക് പോയിരുന്നു. തുടർന്ന് ഹണിമൂൺ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അനുവിനെയും നിഖിലിനെയും സ്വീകരിക്കാൻ ഇരുവരുടെയും പിതാക്കന്മാർ ചേർന്ന് കാറിൽ തിരുവനന്തപുരത്തേക്ക് രാത്രി എത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇരുവരെയും സ്വീകരിച്ച നാട്ടിലേക്ക് ഉള്ള യാത്രക്കിടെയാണ് തീർത്തും അതിദാരുണമായ ഈ അപകടം ഉണ്ടാകുന്നത്.